ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നോക്കി, ഇത് എള്ള് ചെടിയാണ് കേട്ടോ. പിന്നെ ദേ നമുക്ക് രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ തന്നെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഞ്ഞല്ലേ, അവനെ നമുക്ക് ഒരിടത്ത് ഇരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എഴുന്നേറ്റ് നടക്കാനുള്ളൊരു ആ ഒരു പ്രായമായി വരും. അപ്പം നമുക്ക് അവനെ ഒട്ടും ഒരിടത്ത് ഇരുത്താനോ അങ്ങനൊന്നും പറ്റത്തില്ല. അപ്പോൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് രാവിലത്തെ തിരക്കിനകത്ത് എന്താ പറയുക, ഇച്ചിരി കൂടെ നമ്മൾ ഓടേണ്ടി വരും. ഇവരും കൂടി രണ്ടുപേരോട് എണ്ണിച്ച് കഴിഞ്ഞാൽ അവരെ രണ്ടിനും ഉണർത്താതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും രാവിലെ എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവൻ പോയി ചേച്ചിയും കൂടെ എന്നാൽ ഉണർത്താം എന്നുള്ള രീതിയിൽ പോയി ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചി അടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ചേച്ചി ഉണരാറായപ്പോഴത്തേനും എനിക്കൊരു പേടി. കാരണം രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു അവളവിടെ കിടന്ന് ഉറങ്ങട്ടെ. പിന്നെ അദ്ദേഹത്തിനെ പൊക്കിയെടുത്തുകൊണ്ട് ചേച്ചിയെ പൊക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അവനെ പൊക്കിയെടുത്ത് പിന്നെ ഞാൻ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. അങ്ങനെ കുളിച്ചൊരുങ്ങി നേരെ വണ്ടി കയറാൻ പോവാണ് കേട്ടോ. രാവിലെ ആയപ്പോഴത്തേന് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മുന്നും അങ്ങനത്തെ ഗ്രൗണ്ടുമൊക്കെ നല്ല ചെറിയ മഞ്ഞിൻ്റെ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല രസമാണ്. അതിനിടയ്ക്കൂടെ ആ ഒരു സൂര്യപ്രകാശവും ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ രാവിലെ പോയി വണ്ടി കയറാൻ നിൽക്കാൻ. അന്നേരമാണ് ഞാൻ കണ്ടത്, നോക്കൂ, ഒരു ക്രിസ്മസ് അപ്പൂപ്പനും വിത്ത് സ്റ്റാറും അല്ലേ. ഇത് നോക്ക്, നല്ലൊരു സ്റ്റാർ വരാം. അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പനുമാണ്. എന്തായാലും കുഞ്ഞിനെ ഒന്ന് വൈകുന്നേരം കൊണ്ട് കാണിക്കണമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കിനും ബസ് വന്നു കേട്ടോ. ഇവിടെ നേരെ പന്തളം ടു കോഴഞ്ചേരി ടു തടിയൂറാണ് എൻ്റെ റൂട്ട്. അങ്ങനെ നേരെ രാവിലെ പന്തളത്തോടുള്ള ബസ്സിൽ കയറി. പന്തളത്തെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ ഞാൻ സൈഡ് സീറ്റ് നോക്കും. രാവിലെ ആകുമ്പോൾ ഏകദേശം സൈഡ് സീറ്റൊക്കെ കിട്ടും. അങ്ങനെ ബസ്സിൽ കയറി നല്ല പാട്ടൊക്കെ കേട്ട് നേരെ തടിയൂറിട്ടുള്ള ബസ് യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വൈബാണ് കേട്ടോ. കൂട്ടുകാരുടെ കൂടെ ബസ്സിൻ്റെ ബാക്ക് സൈഡ് സീറ്റിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ വലുതായിട്ട് ആളുകളൊന്നും ബസ്സിൽ കാണത്തില്ല. അപ്പോൾ ആ ഒരു റൂട്ടും കൂട്ടുകാരുടെ കൂടെയുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിൽ ഇനിയും കിട്ടത്തേ ഇല്ല അങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ. അതൊക്കെ നല്ലപോലെ ആസ്വദിക്കണം എന്നൊരു ആഗ്രഹമാണ്. ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നേരെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഒരുപാട് ക്ഷീണിച്ചു. അങ്ങനെ വൈകുന്നേരത്തെ ബസ്സിലിങ്ങനെ ഉറങ്ങിയാണ് ഞാൻ വരുന്നത്. ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പന്തളം വന്നാലേ ഉണരത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ക്ഷീണിക്കുന്നത്. കാരണം രാവിലത്തെ ഓട്ടോ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണമാണ്. പണ്ടൊന്നും ബസ്സിൽ കയറി അങ്ങനെ ഉറങ്ങാറേ ഇല്ലായിരുന്നു. ഇപ്പം ശരിക്കും ഉറങ്ങും. പിന്നെ ബസ്സിലാണ് ഞാൻ ഉറങ്ങുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ കൂടെയൊക്കെയാണ്. പിന്നെ ഉറക്കവും കാര്യങ്ങളും നടക്കത്തില്ല. വീണ്ടും രാവിലെ എഴുന്നേൽക്കുക, പോവുക, ഇതൊക്കെ തന്നെയാണ് ഡ്യൂട്ടി. പിന്നെ അങ്ങനെ കുറച്ച് നേരം വീട്ടിലോട്ട് നടക്കണം കേട്ടോ. കുറച്ച് ദൂരം നടക്കണം. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.